ഹലോ എല്ലാവർക്കും നമസ്കാരം. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും അതുപോലെ യൂറോപ്യൻ സഞ്ചാരിയുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേന് യൂറോപ്യൻ സഞ്ചാരിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഒട്ടും താമസിക്കാതെ 4000 വാച്ച് അവേഴ്സും ആയിരുന്നു. നമുക്കങ്ങനെ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ ആഴ്ചയും ഞങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ടുള്ള മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഞങ്ങളെ പറ്റിയിട്ട് ഒരു വ്ളോഗ്, അതായത് ഞങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് പറ്റിയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ സമയത്ത് മോണിറ്റൈസേഷനും കൂടെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആയതുകൊണ്ട് അത് ആപ്ലിക്കേഷൻ കൊടുത്തതും അക്സെപ്റ്റ് ആവുന്ന കഥയും, പിന്നെ അടുത്തത് നമ്മളെ പറ്റി പറയാമെന്നുള്ള ഇതിൽ പറഞ്ഞിരിക്കുവാണ്. പോട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ലക്ഷ്മി എല്ലാം പറയും. അപ്പം ഞാൻ ക്യാമറയുടെ പുറകെ പോയിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആണ്. ഈ 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 12 മാസത്തിൽ നിങ്ങളുടെ ചാനൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള വാച്ച് അവേഴ്സ് ആണ്, അല്ലാതെ നിങ്ങളുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വാച്ച് അവേഴ്സ് അല്ല. നിങ്ങൾ അങ്ങനെ എലിജിബിൾ ആയി കഴിയുമ്പോഴത്തേന് യൂട്യൂബിൽ നിന്ന് മെയിൽ വരും, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് ആ മെയിൽ വന്നത് നവംബർ 29-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ അപ്ലൈ നൗ ബട്ടൺ വിസിബിൾ ആകും. എന്നിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാവുന്നുള്ളതേ ഉള്ളൂ. വായിച്ചതിന് ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഈ കാണുന്ന പോലെ അതിൻ്റെ സ്റ്റാറ്റസ് ഡൺ ആയിട്ട് മാറും. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യാം. അതല്ല പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ കേസിൽ നമുക്ക് പുതിയതായിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് വെബ് പേജിൽ ചെല്ലും. ഏത് വെബ്സൈറ്റ് ആണോ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹമെന്നായിരിക്കും അവിടെ ആദ്യം കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ്ലി കയറിയത് കൊണ്ട് നമ്മുടെ ചാനൽ ലിങ്ക് അവിടെ കാണും. അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂസ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ല വേണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ജർമ്മനി ആയതുകൊണ്ട് നമ്മൾ ജർമ്മനി ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരും. അവിടെ നമ്മൾ നമ്മുടെ പേര്, അഡ്രസ്സ്, പേയ്മെൻറ്റ് പ്രൊഫൈല് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേന് തിരിച്ച് യൂട്യൂബിൽ വരും. അപ്പം അവിടെ ആ സ്റ്റാറ്റസ് നോട്ട് സ്റ്റാർട്ടഡ് എന്ന് മാറി ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ടാവും. ഇത് ശരിക്കും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ചാനലും ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി പലവർക്കും പല സമയമാണ് എടുക്കുന്നത്. നമ്മുടെ കേസിൽ നമ്മൾ ഏതാണ്ട് രാത്രി 9 മണിയായപ്പോഴാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് സ്റ്റാറ്റസ് ഡൺ ആയിട്ട് മാറി. ഏതാണ്ട് ഒരു 12 മണിക്കൂർ എടുത്തു എല്ലാം ശരിയാവാനായിട്ട്. ഇത് ശരിയായി കഴിയുമ്പോഴത്തേന് സ്റ്റെപ്പ് 3 പ്രോസസ്സ്, അതായത് ചാനൽ റിവ്യൂ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. നമ്മളായിട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലും ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ എടുക്കുന്ന സമയം പലവർക്കും പലതാണ്. ചിലവർക്ക് ഒരാഴ്ച വരെ എടുക്കാം. നമ്മൾ കേട്ടേക്കുന്നത് അപ് ടു 2 ആഴ്ച വരെ എടുത്ത ആൾക്കാരും ഉണ്ട്. പേഴ്സണലി ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല. നമ്മുടെ കേസിൽ എന്തോ ഭാഗ്യം കൊണ്ട് 12 മണിക്കൂറിനുള്ളിൽ എല്ലാം ശരിയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പ് 3 സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മുടെ ചാനൽ റിവ്യൂ. ഇതാണ് ഈ പ്രോസസ്സിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. ഇത് ശരിക്കും സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവരവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കൊണ്ട്
ഇത് ഡിലേ വന്നേക്കാവുന്ന. നമ്മളപ്പോൾ ഒരു മാസമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഞായറാഴ്ച 9 മണിക്ക് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. തിങ്കളാഴ്ച ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് യൂട്യൂബിൽ നിന്ന് നമുക്ക് മെയിൽ വന്നു, ഇതുപോലെ നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന് എലിജിബിൾ ആയി എന്ന് പറഞ്ഞ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്. നമുക്ക് ശരിക്കും പൈസ കിട്ടുന്നതിലല്ല കാര്യം, യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ അക്സെപ്റ്റ് ആയി എന്ന് കേട്ടതിലാണ് കൂടുതൽ സന്തോഷം. മോണിറ്റൈസേഷൻ അപ്രൂവ് ആയതിനു ശേഷം ഇതുപോലെയായിരിക്കും നമ്മുടെ മോണിറ്റൈസേഷൻ ടാബ് അപ്ഡേറ്റ് ആയി കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസിലെല്ലാം ആഡ് പ്ലേ ചെയ്ത് തുടങ്ങും. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ചാനൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നതെന്നും അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ യൂട്യൂബ് നോക്കുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ മെയിൻ തീം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മെയിൻ തീം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു കുക്കിംഗ് ചാനലാണോ, അതോ ഒരു ട്രാവൽ ചാനലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വ്ളോഗാണോ ചാനലിലുള്ളത്, അങ്ങനെയൊക്കെ. രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളതാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ ഏറ്റവും വ്യൂ വന്ന വീഡിയോ ഏതാണെന്നും അതുപോലെ 4000 വാച്ച് അവേഴ്സ് നിങ്ങൾക്ക് കിട്ടിയത് ഏത് സോഴ്സിൽ നിന്നാണെന്നും യൂട്യൂബ് ചെക്ക് ചെയ്യും. പിന്നെ യൂട്യൂബ് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയുടെ മെറ്റാഡേറ്റ അവർ ചെക്ക് ചെയ്യും. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഈ റിവ്യൂ പ്രോസസ്സിൽ പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ യൂട്യൂബ് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പിന്നീട് റീഅപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞ് മെയിൽ വരുമോ ചെയ്യും. അപ്പം മെയിനായിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. 2 നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസ് പോളിസീസും ഫോളോ ചെയ്യുക. നമ്മുടെ കേസിൽ നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ വീഡിയോസും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തായിരുന്നു. ഏതെങ്കിലും രീതിയിൽ മിസ്ലീഡിങ് ടൈറ്റിൽസോ ഡിസ്ക്രിപ്ഷനോ ഉണ്ടോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിംസോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സമ്മറി പറയുവാണെങ്കിൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ അവസാനമൊക്കെ ആയപ്പോഴാണ്. ഒക്ടോബർ അവസാനമൊക്കെ ആയപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ നവംബർ അവസാനമൊക്കെ ആയപ്പോഴത്തേന് മോണിറ്റൈസേഷനും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ 7 മാസമാണ് നമുക്കെടുത്ത ടൈം ലൈൻ ഇങ്ങനെ മൊത്തം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ക്ലൈമാക്സ് ആയി. അപ്പം ഞാൻ പിന്നെയും വന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാർട്ട് 1 വീഡിയോ. താങ്ക്സ് ഗിവിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും പറ്റിയും അതുപോലെ യൂറോപ്യൻ സഞ്ചാരിയുടെയും പറ്റിയുള്ള വീഡിയോ ആയിരിക്കും. കൂടാതെ യൂറോപ്യൻ സഞ്ചാരിയുടെ 2020 റൗണ്ട് അപ്പും കൂടി കാണും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാനാണ് കൺക്ലൂഷൻ പറയുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്രാവശ്യം ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഈ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അല്ല, ഒരു വ്യൂവർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓവർവ്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത ഒരു വ്ളോഗ് നമ്മുടെ പാർട്ട് 2 ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.